സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ല പ്രതിവർഷം 50,000 മുതൽ 60,000 ടൺ വരെ റോബസ്റ്റ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന വയനാട് ജില്ലയിൽ ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും സംഭാവന ചെയ്യാൻ വൈത്തിരി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തേയില കാപ്പി എസ്റ്റേറ്റുകളിലൂടെയുള്ള പര്യടനം കാത്തുവരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും ഈ മേഖലയിൽ കൂടുതലാണ്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടു തന്നെ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കോഫി നഴ്സറി നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ഒരു വർഷം പാകമായ ഈ തൈകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ഭൂമിയിൽ നട്ടുകൊടുക്കുന്നതിനും അതുവഴി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യം വെച്ചു. 4 വർഷത്തിന് ശേഷം വിളവെടുക്കാം എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ചെറുകിട നാമമാത്ര കർഷകർക്കും ഇത് കൂടുതൽ താല്പര്യം ഉള്ളതാക്കി. വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഈ കാപ്പി നഴ്സറിയിലൂടെ 50,000 തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ കോഫി ബോർഡുമായി ചേർന്നാണ് കാപ്പി വിത്തുകൾ സംഘടിപ്പിച്ചത്. ഈ തൈകൾ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നട്ടതിൽ 12,627 തൊഴിൽ ദിനങ്ങളും 43,45,659 രൂപ ചെലവഴിക്കുന്നതിന് സാധിച്ചു. 2023-24 വർഷത്തിൽ 9ാം വാർഡ് തളിപ്പുഴയിൽ ഒരു ST ഗുണഭോക്താവായ രാജു എന്നവരുടെ സ്ഥലത്ത് നഴ്സറി നിർമ്മിക്കുന്നതിനും ആയതിലൂടെ 541 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനും 2,40,40,890 രൂപ ചെലവഴിക്കുവാനും കഴിഞ്ഞു. ജില്ലയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു പ്രവൃത്തി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച തൈകൾ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നട്ട് പരിപാലിച്ചു പോരുന്നു. രണ്ടു വർഷം പാകമായ തൈകൾ ജൂൺ 5 മുതൽ നടാൻ ആരംഭിക്കുകയും 20,000 തൈകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ഭൂമിയിൽ നട്ടുകൊടുക്കുകയും ചെയ്തു. ഇതിനായി 89,07,041 രൂപ ചെലവഴിച്ച് 25,750 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ വൈത്തിരി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. ആരംഭിച്ച് 25,000-ലധികം തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഈ വർഷം വൈത്തിരി പഞ്ചായത്തിലെ മുഴുവൻ കൃഷിക്കാർക്കും അത് നട്ടുകൊടുത്ത് ചെയ്തൊരു പദ്ധതിയാണ് കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാപ്പി തൈ നടൽ പദ്ധതി. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ കാപ്പി കൃഷി ഏറെ ഉള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്തിന് പറ്റുന്ന ഒരു പദ്ധതിയായിട്ട് ഈ പദ്ധതി മാറിയിട്ടുണ്ട്. 1-2 വർഷം കൊണ്ട് തന്നെ വിളവെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പദ്ധതി ഗുണകരമായ ഒരു പദ്ധതിയായി മാറും.